ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. പാട്രിയോട്ട് 5-ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ നമുക്ക് നോക്കാം. 4 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ഒപ്പം ഇന്നത്തെ കളക്ഷൻ ചാറ്റൽ മഴ പോലെ കുറയുന്ന കാര്യവും നമുക്ക് കാണാൻ കഴിയും. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സിനിമയ്ക്ക് ഇന്ന്, അതായത് 5-ാം ദിനം മോർണിംഗിൽ നമുക്ക് കാണാൻ കഴിയുന്നു പ്രീസെയിലൂടെ ഏകദേശം 44 ലക്ഷം രൂപയോളമാണ് വന്നിരിക്കുന്നത്. 1296 ഷോകളിൽ നിന്ന് 24,000-ഓളം ടിക്കറ്റുകളാണ് മോർണിംഗിൽ ഇതുവരെ പ്രീസെയിലൂടെ വിറ്റുപോയതായി കാണുന്നത്. ഇന്നലെ സിനിമയ്ക്ക് ഫൈനലായി വന്നത് 1,52 ലക്ഷം രൂപയായിരുന്നു എന്നുള്ളതാണ്. അതായത് 1535 ഷോകളിൽ നിന്ന് 88,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 20% ഒക്യുപ്പൻസിലാണ് ട്രാക്കിങ്ങിലൂടെ സിനിമയ്ക്ക് വന്നത്. അതായത് ഏകദേശം 2 കോടിയോളമാണ്, അല്ലെങ്കിൽ 1,90 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് ഇന്നലെ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു വലിയ സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഇടിവ് തന്നെയാണ്. ചെറിയ സിനിമയായിരുന്നെങ്കിൽ നമുക്കൊരു നല്ല കളക്ഷൻ എന്ന് തന്നെ പറയാമായിരുന്നു. ഇവിടെ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 23 കോടിയിലേക്ക് എത്തുകയാണ്. എടുത്തു പറയേണ്ട കാര്യം, നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ 4 ദിവസത്തെ വന്നിരിക്കുകയാണ്. നല്ല 3 ദിവസത്തെ. 3-ാം ദിവസം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു 65 കോടിയിലേക്ക് എത്തുമെന്നുള്ളത്. പക്ഷേ ആ ഒരു റേഞ്ചിലേക്ക് എത്തിയില്ല. 61.5 കോടിയോളമാണ് സിനിമയുടെ കളക്ഷനായിട്ട് പുറത്ത്. 61.25 കോടിയാണ് 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ 4-ാം ദിനം നമുക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2 കോടിക്ക് അടുത്ത് നേടുമ്പോൾ വേൾഡ് വൈഡായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 5 കോടിയോളം മാത്രമാണ്. അതായത് 66 കോടിയോളമായിരിക്കാം സിനിമയ്ക്ക് 4-ാം ദിനം കൊണ്ട് എത്തുന്നത്. 5-ാം ദിനം കൊണ്ട് സിനിമ 70 കോടി കടക്കുമെന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു 5-ാം ദിനം കൊണ്ട് തന്നെ 75 കോടി എത്തുമെന്നുള്ളത്. ആ ഒരു കാര്യത്തിലേക്ക് എത്തുന്നില്ല. സിനിമ ഏകദേശം 28% അതിൻ്റെ ബഡ്ജറ്റ് റിക്കവർ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇനിയും കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് 72% ഇനിയും കളക്ട് ചെയ്യാൻ തിയേറ്ററിൽ നിന്ന് കിട്ടാൻ കിടക്കുന്നു. ഇതിനിടയിൽ നമുക്ക് പുതിയ അപ്ഡേറ്റുകൾ വന്നിരുന്നു. സിനിമയുടെ സാറ്റലൈറ്റ് OTT റൈറ്റ്സ് ഒക്കെ ഗംഭീര തുകയ്ക്ക് വിറ്റുപോയി എന്നുള്ള കാര്യം. അത് റിലീസിന് മുമ്പ് തന്നെ വന്ന ഒരു കണക്കാണ്. 40 കോടി രൂപയ്ക്ക് സിനിമാസ് എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ചുള്ള ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളുമൊക്കെ നമുക്ക് പിന്നീട് വരാം. എന്നിരുന്നാലും ഇവിടെ പ്രതീക്ഷിക്കുകയാണ് ഇന്ന് സിനിമയ്ക്ക് ഏകദേശം 2 കോടിക്ക് മുകളിലേക്ക് 2 കോടിയോളം കിട്ടുമെന്നുള്ള. മുകളിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. കാരണം 4-ാം ദിനത്തെ പ്രീസെയിലിനേക്കാളും കുറവാണ് 5-ാം ദിനം പ്രീസെയിലായിട്ട് വന്നിരിക്കുന്നത്. സിനിമ 100 കോടിയിലേക്ക് എന്ന് എത്തുമെന്നുള്ള ചോദ്യമാണ്. ഒരു പക്ഷേ 2ാമത്തെ ആഴ്ച എൻഡിങ്ങിലായിരിക്കാം ഈ ഒരു സിനിമ 100 കോടിയിലേക്ക് എത്തുക എന്നുള്ള പ്രതീക്ഷയാണ്. എന്താണെങ്കിലും ഈ ഒരു സിനിമ ഇന്നും സ്റ്റഡി കളക്ഷനോട് തന്നെ മുന്നോട്ട് പോവുകയാണ്. 75 കോടി ഈ വരുന്ന ദിവസം തന്നെ സിനിമയ്ക്ക് എത്തും. 100 കോടിയിലേക്ക് സിനിമ എത്തുന്നതിന് നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ സിനിമ കണ്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ്സ് പറയാം. കാണാത്തവർക്ക് തിയേറ്ററിൽ പോയെന്ന് കാണാം. പറയുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി പോലെയല്ല, ബാക്കിയുള്ള എമ്പുരാൻ പോലെ അങ്ങനെ പല സിനിമകളെക്കാളും ഭേദപ്പെട്ട ഒരു ചിത്രം തന്നെയാണ്. അത് എല്ലാ പ്രേക്ഷകനും വിധി എഴുതുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ഒരിക്കൽ കൂടെ പറയുന്നു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഗ്രേറ്റ് മീഡിയാസ്.